പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. വൈൽഡ് ഫയർ. തെക്കത്തില്ല, താഴത്തില്ല എന്ന് മലയാളത്തിൽ പറയുന്നതിനെക്കാട്ടിലുള്ള ഒരു എഫക്റ്റ് തെക്കത്തിലയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിവേസ്, വെൽക്കം ടു ജിജെ ബസ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമ്മൾ പുഷ്പ 2 റിവ്യൂയിലേക്കാണ് പോകുന്നത്. പുഷ്പ 2 ദ റൂൾ എന്നാണ് സിനിമയുടെ പേര്. പുഷ്പ 1 റൈസ്, അതായത് പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ക്യാരക്ടർ എന്താണെന്നൊക്കെ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം അറിയാത്തവരാണെങ്കിൽ. പുഷ്പയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ചന്ദനക്കടത്തുകാരനായിട്ടുള്ളൊരു വ്യക്തി, ചന്ദനക്കടത്തിൽ മരം മുറിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തി, അവൻ്റെ പേരാണ് പുഷ്പ. അവൻ ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് വളർന്ന് ഒരു കിടിലം അല്ലെങ്കിൽ എന്താ പറയുക ഒരു എംപയർ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എംപയർ ബിൽഡഡ് ആണ്, എല്ലാം സെറ്റാണ്, വളരെ ഹാപ്പി ആയിട്ട് അവർ നല്ല ഇതായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പുഷ്പയുടെ ലൈഫിലേക്ക് ഇനി എന്തൊക്കെയാണ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ പുഷ്പ എങ്ങനെയാണ് നമ്മുടെ ട്രെയിലറിൽ പറയുന്ന പോലെ ഇനി പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഇതൊക്കെ തന്നെയാണ്, ആ എക്സ്പെക്ട് ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയത്. സിനിമയുടെ ഒരേ ഒരു പ്രശ്നം എന്നായിട്ട് എനിക്ക്, അല്ലെങ്കിൽ ഒരേ ഒരു അല്ല, പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ലെങ്താണ്. 3 മണിക്കൂർ 20 മിനിറ്റ് കൂടുതൽ എന്തോ ഉണ്ട് സിനിമ. കാരണം തുടങ്ങിയിട്ട് തീരുന്നേ ഇല്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് തന്നെ തീരാനായിട്ട് ഒത്തിരി സമയം എടുത്തു. അപ്പോൾ അങ്ങനെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ എന്താ പറയുക, അത് വളരെ കളർഫുള്ളായിട്ട് ഒരുപാട് ഇവൻറ്റ്ഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനിമൽ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ അത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കോർത്തിണക്കി പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പുഷ്പയിൽ ഒരുപാട് ഇവന്റ്സ്, അതായത് ഒരു കഥയായിട്ട്. ഇപ്പൊ പുഷ്പയുടെ മൊത്തം പുഷ്പ 2 ദ റൂളിന്റെ മുഴുവൻ കഥയായിട്ട് പറഞ്ഞാൽ ഒരു കഥയല്ല, അതിങ്ങനെ കുറെ ഇവന്റ്സ് ആണ്. ഇവന്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. ബൻവർ സിംഗ് ശിഖാവത്തുമായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്ലോട്ട്. അപ്പൊ അതിൽ പുഷ്പയുടെ ഭാര്യയായിട്ട് രശ്മിക, അവരുടെ ഫാമിലി കുറച്ചുകൂടെ വളരുന്നു, വളരെ ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഫാമിലി പെട്ടെന്ന് ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം പറയുന്നു. അപ്പൊ ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ഭർത്താവ് എന്നുള്ളൊരു രീതിക്കാണ് സിനിമയിൽ വർക്കാവുന്നത്. പിന്നെ പൈസക്കൊന്നും ഒരു ഇതുമില്ല. പൈസ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ നിസ്സാരമാണ്. 10 കോടി 20 കോടി 30 കോടി ഒരു സീനൊക്കെ ഉണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ ഒഴിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുടെ കളിയാണ്. അങ്ങനെ ഇതില് ശരിക്കും നമ്മളെന്താ പറയുക, നമുക്കൊക്കെ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയും റിച്ച് ആണ് ഇതിനകത്ത് പുഷ്പ, അല്ലെങ്കിൽ പുഷ്പരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് റൈറ്റിങ്. സോ ഇത് എപ്പോഴും ആലോചിക്കുന്നത് പറഞ്ഞാൽ ഇതൊരിക്കലും നമ്മുടെ ഒരു മലയാള സിനിമയൊന്നും അല്ല, ഇതൊരു എന്താ പറയുക, ഒരു അന്യഭാഷ ചിത്രമാണ്. അപ്പം ഈ മേഖലയിൽ വരുന്ന സിനിമകളെല്ലാം പുഷ്പ 1 കണ്ടിട്ടുള്ളവർക്കറിയാം എന്താണ് അതിനകത്തുള്ള പുഷ്പയുടെ ഒരു ചിന്തയും റേഞ്ചും എന്നൊക്കെ. ആദ്യമായിട്ട് ശമ്പളമായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡീൽ ഉറപ്പിച്ച് കിട്ടുന്ന 5 ലക്ഷം രൂപ വെച്ചിട്ട് വാശി തീർക്കാൻ വേണ്ടി അപ്പോൾ ഒരു കാർ മേടിച്ച് ആ കാറിൽ അവരുടെ മുമ്പിൽ പോയി ഇറങ്ങിയവരാണ് പുഷ്പ. അപ്പൊ ആ ഒരു രീതിയിലാണ് ആ ക്യാരക്ടർ. സോ ആ ക്യാരക്ടർ അതേ വാശിയും ഈഗോയും എല്ലാം ഇതിലും ഉണ്ട്. അത് അയാൾക്ക് ഒരുപാട് തിരിച്ചടികളും കാര്യങ്ങളും എല്ലാം നേരിടുന്നുണ്ട്. എനിവേസ്, ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ പല ഇവന്റ്സ് കോർത്തിണക്കിയിട്ടാണ് ഈ സിനിമ പോകുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇത് തന്നെയായിരുന്നു. സോ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിച്ചൊന്നുമില്ല. ലെങ്ത് കൂടിപ്പോയി, ഇടയ്ക്കിടയ്ക്ക് ലാഗൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ രശ്മികയെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ വളരെ മോശമായിട്ടുള്ള ആക്ട്രസ് ആണ്. എന്ന് വെച്ചാൽ ആക്ടിങ് വൈസ്, അല്ലാതെ കാണാൻ സുന്ദരിയൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ കളിക്കുക, അതൊക്കെ ഓക്കെ. പക്ഷെ ആക്ടിങ് വൈസ് വരുമ്പോഴത്തേക്കും ഇപ്പൊ കഴിഞ്ഞ പുഷ്പ 1 ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് രശ്മികയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ വേണേൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് അതിനകത്ത് ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ വളരെ സ്ട്രോങ് വുമൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ഫീലിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു വൃത്തികേടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. അത് കഴിഞ്ഞിട്ട് രശ്മിക്ക് നല്ല പെർഫോം ചെയ്യാനായിട്ട് ഒരു രംഗം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഓവർഡൂ ചെയ്ത് അതിനെ നശിപ്പിക്കുന്നുണ്ട്, വളരെ ഓവർഡൂ ചെയ്ത് നശിപ്പിച്ചു. സിനിമയിൽ എടുത്തു പറയാനുള്ള ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു സ്ത്രൈണതയുള്ളൊരു വേഷം കെട്ടിയിട്ട് അല്ലു അർജുൻ വരുന്നുണ്ട്. ആ ഒരു പോർഷനൊക്കെ നന്നായിട്ട് അല്ലു ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇമോഷണലായിട്ട് കരയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇമോഷണൽ ട്രാക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു പോർഷൻസിലൊക്കെ അല്ലു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലു അർജുൻ നമുക്കറിയാലോ, ഡാൻസ് വൈസ് ആണെങ്കിലും എന്ത് വൈസ് ആണെങ്കിലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലു അർജുൻ ഇതിനകത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അത് തുടക്കത്തിൽ കുറേയൊക്കെ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് തീരുന്നില്ല, മനസ്സിലായോ? നമ്മളിങ്ങനെ വിചാരിച്ച് കഴിഞ്ഞു, അയ്യോ ഇത് തീർന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഇനിയും ഒരു പാർട്ട് അതിനുള്ള ഇത് ഓപ്പണിങ് ഇട്ടിട്ടുണ്ട്. സോ എനിക്കറിയില്ല, ഇനിയിപ്പോൾ ഇതിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമായിരിക്കും, പോകെ പുതിയ ആളുകളെ ആഡ് ചെയ്ത് അങ്ങനെ പോവുമായിരിക്കും.
പിന്നെ ഫഹദിനെ എടുത്തു പറയണം. ഫഹദിന്റെ ക്യാരക്ടർ ഇതിനകത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ സിനിമയെ പോലെ വളരെ കുറച്ച് സ്ക്രീൻ ടൈം അല്ല, ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീൻ ടൈം ഉണ്ട്. ആൻഡ് ഫഹദ് ഇതിനകത്തൊരു ഭയങ്കര ഒരു കൊടൂര ക്രൂവൽ വില്ലൻ അല്ല, ഒരു കോമിക് ആയിട്ടുള്ള ഒരു ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. നമുക്ക് തന്നെ ഒരു ചിരി വരും അതിനകത്തുള്ള പല രംഗങ്ങളിലും. അല്ലു അർജുൻ ആണെങ്കിലും ഫഹദ് ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ ആ ഒരു കോമ്പിനേഷൻസും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. അതിനകത്തൊരു സ്വിമ്മിംഗ് പൂൾ സീനൊക്കെ ഉണ്ട്, ഭയങ്കര ഒരു എന്റർടൈനിങ് ആണ്. പിന്നെ ഈ പുഷ്പയുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈഗോയാണ്. ഈഗോയുടെ ഒരു ഇതാണ് പുഷ്പയുടെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും തൻ്റെ ഈഗോ വിട്ടൊരു പരിപാടിയില്ല. അതാണ് ഇങ്ങനത്തെ താഴത്തില്ലടാന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു കൈയാണെങ്കിൽ ഇപ്പൊ 2 കൈയാണ് താഴത്തില്ല. പിന്നെ മറ്റേ കസക്ക് കസക്ക് എന്ന് പറഞ്ഞിട്ടൊരു സോങ് വരുന്നുണ്ട്, അത് നൈസാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കഴിഞ്ഞ സിനിമയിൽ സമന്തയെ കൊണ്ടുവന്ന അവരൊരു സോങ് ചെയ്തതിനെക്കാട്ടിലും നല്ല ഡാൻസ് ഇതിലാണെന്നാണ് എനിക്ക് തോന്നിയത്. മറ്റേത് ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു മൂഡിലുള്ളൊരു പാട്ടാണ് ഇത്. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന അത് അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല രസമാണ്. സോ സിനിമ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ 5 റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2.5 കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഈ ഇത്തരം ഭാഷ, ഈ ഒരു ഇതരഭാഷ സിനിമകളിൽ, ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ വരുന്ന സിനിമകളിലൊക്കെ ഈ ഒരു റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഇതാണല്ലോ, കാരണം നമ്മൾ പുഷ്പ 1 കണ്ടിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു റേഞ്ചാണ്. അതിനെ തന്നെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. പൈസ എന്ന് പറഞ്ഞാൽ പൈസ ഭയങ്കര റിച്ച് ആയി കഴിഞ്ഞു. നാടിന്റെ ഇലക്ഷൻ തന്നെ മാറ്റിമറിക്കുന്ന അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പുഷ്പ മാറിക്കഴിഞ്ഞു ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ടൈലന്റ് കൊള്ളാം. ഇനി ഒരു പാട്ടിന് വേണ്ടി ഒരു ടൈലന്റ് ഇട്ടിട്ടുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫഹദിന്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞത്, ഫഹദിന്റെ ക്യാരക്ടറിന് ഇതിനകത്തൊരു കംപ്ലീഷൻ ഉള്ള പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല ഇനി കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും. സോ എനിവേസ്, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജിജെ ബസ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ ഇനി കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ജിജെ ഷൈനിങ് ഓഫ്. ബൈ. തെക്കത്തല്ലേ.